ക്രിക്കറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. എങ്ങനെയാണ് ടീമിന്റെ കൂടെ നമ്മൾ കളിക്കുക, ഇപ്പോൾ ഒരു ബാൻഡ് ആവുമ്പോഴും യുനോ അത് ടീമാണ്. അപ്പോൾ ബാൻഡിന്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, കാരണം എല്ലാവരും സെയിം ആൾക്കാരായിരിക്കില്ല, എല്ലാവരുടെ വേറെ വേറെ രീതിയായിരിക്കും ഡീൽ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ക്രിക്കറ്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സ്പോർട്സ് ജനറലി ടീച്ചേഴ്സ് us a lot is what I feel, and everyone should do something like play something, you know, ഏതെങ്കിലും ഒരു സ്പോർട്സ് എടുക്കുന്നത് ആക്ച്വലി എപ്പോഴും നല്ലതാണ് is what I feel. സെക്കൻഡ്, ടാറ്റൂസ് ലവർ ആണോ? ടാറ്റൂസ് എല്ലാം ടാറ്റൂസ് ലവർ ആണോ? മീൻസ് കുറെ ടാറ്റൂസ് ഉണ്ട്. ടാറ്റൂയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാ ടാറ്റൂ ലവേഴ്സ് പറയും ഈ ഒരു ടാറ്റൂ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് ഈ ടാറ്റൂയുടെ പ്രശ്നം. പക്ഷെ ഞാനിപ്പോ പെരുങ്കളിയാട്ടം ചെയ്തപ്പോ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എനിക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു. അതെ, അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ നിർത്തിയത്. ഈ ടാറ്റൂസിനൊക്കെ മീനിങ് ഉണ്ടോ? മീനിങ് ദിസ് ഇസ് എ മൈക്ക് ആൻഡ് മ്യൂസിക് ഫോർ എവർ വെൻ വേർഡ്സ് ഫെയിൽ മ്യൂസിക്. ക്രിക്കറ്റിന് വേണ്ടി ഒരു ടാറ്റു ആക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം മ്യൂസിക് റിലേറ്റഡ്. ഡെസ്റ്റിനി, ഇതൊരു ഫാമിലി ട്രൈബ് പരിപാടിയും. വൈഫിന്റെ പേരില്ല, ഇത് ഫാമിലി എന്നാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അച്ഛനമ്മയുടെയും. അങ്ങനെ ഇവിടെ ഹ്യൂമൻ പറഞ്ഞിട്ടൊരു ചെറിയ ടാറ്റു ഉണ്ട്. അത് ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒരു വലിയ ടാറ്റു ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷെ ഈ പടത്തിന്റെ ഒരു ഈ എക്സ്പീരിയൻസ് കാരണം എനിക്ക് മനസ്സിലായി അതെ അതെ ക്യാരക്ടർ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഈ ടാറ്റു ഒരു പ്രശ്നമാണ്. പെയിൻഫുൾ ആയിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ? പെയിൻഫുൾ അങ്ങനെ തോന്നിയിട്ടില്ല, ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല മീൻസ് ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പെയിൻ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല, ഇല്ല തോന്നിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജിംബോയ് ആണോ? ജിംബോയ് ആയിരുന്നു. ഇപ്പോ അല്ല, ആക്ച്വലി ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ജിമ്മൊന്നും ഇല്ല. പക്ഷെ എൻ്റെ 10th വെക്കേഷനൊക്കെ ആയപ്പോൾ ഞാൻ നല്ല രീതിയിൽ വട്ട് പിടിച്ച് ജിം ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷെ അത് കാരണം കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇഷ്യൂ ആയി എൻ്റെ ലേറ്റർ ഓൺ. സോ സംവെയർ ജിം അങ്ങനെയാണ് നിന്ന് പോയത് എൻ്റെ. പിന്നെ ഞാൻ ബൾക്കാവും, ഞാനിങ്ങനെ ബോഡി ബിൽഡർ പരിപാടിയാവും. അപ്പൊ അതായാലേ ഞാൻ ഇനിയും ഷോർട്ടായി, ഓൾറെഡി ഷോർട്ടാണ്, അപ്പൊ കുറച്ചും കൂടി അങ്ങനെ കളിയാക്കും ആളുകൾ ഷോർട്ടാന്ന് പറഞ്ഞിട്ട്. കളിയാക്കൊന്നുമല്ല, ഫ്രണ്ട്സ് ഒക്കെ അത്ര ഷോർട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു ഞാൻ ഷോർട്ടാണ്, എനിക്ക് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് തമാശക്കാണെങ്കിലും പറയും, ഇപ്പോഴും പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അത് ഞാൻ ചോദിച്ചു ഓൾറെഡി. ഫുഡ്, ഫേവറേറ്റ് ഫുഡ്? ഫുഡ് ആക്ച്വലി ചിക്കൻ ലോലിപോപ്പ് ഫ്രം അങ്കിൾസ് കിച്ചൺ. ഇതൊരു സ്ഥലമുണ്ട് അങ്കിൾസ് കിച്ചൺ പറഞ്ഞിട്ട്, മുംബൈയിൽ. അതെ അതെ. അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഒബ്വിയസ്ലി അമ്മയുടെ പ്രിപ്പറേഷൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ കഴിച്ച് വീട്ടിലത്തെ ഭക്ഷണം കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും? കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഫ്ലേവർ തന്നെ വേറെയാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ കഴിച്ചിട്ട് ലൈക്ക് ഫുൾ ടൈം, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ദിവസം ബോംബെയിൽ ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഞാൻ എവിടെ പോയാലും അത് ഒരു ഭയങ്കര സംഭവമാണ്. ലൈക്ക് ആ ഒരു റിയലൈസേഷൻ അപ്പോഴാണ് നമുക്ക് വരുന്നത്, ഓ ഈ ഒരു ടേസ്റ്റ് അവിടെ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരിക്കും? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് മീനാണ് ഞാൻ കൂടുതൽ കഴിക്കുക, ഫിഷാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇവിടെ മീൽസ് ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പായസം, സദ്യ, അങ്ങനെയൊക്കെ. സ്വീറ്റിന്റെ അത്ര ഫാൻ അല്ല, പക്ഷെ സദ്യ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? അമ്മയുടെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അച്ഛനും നന്നായിട്ട് ഉണ്ടാക്കും. അച്ഛന് ചിക്കനൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിക്കൻ ഒക്കെ അച്ഛൻ ഉണ്ടാക്കും. അതാണ് എനിക്ക് കൂടുതൽ. എനിക്കൊന്ന് അമ്മയുടെ കൂടെ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ രണ്ടുപേരുടെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് ദാറ്റ് അമ്മയുടെ കൂടെയാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അച്ഛൻ ഇങ്ങനെ സൈലന്റ് ലവറാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആളാണ്. ലൈക്ക് യുനോ ഹീ സമ്മൺ ഹൂസ് ലൈക്ക്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അച്ഛന് വേണ്ടി എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അച്ഛന് ഇഷ്ടപ്പെടുന്ന സംഭവം മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ കടയിൽ പോയായിരുന്നു. അപ്പോൾ അപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം കണ്ടു. അപ്പോൾ അച്ഛൻ ഇത് സിദ്ധുവിന് ഭയങ്കര അടിപൊളിയായിരിക്കില്ല ഇത് നമ്മൾ മേടിച്ചാൽ. സോ അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതാണ്. അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ കാണിക്കില്ല, ബട്ട് ഹി ലവ്സ് മീ ദ മോസ്റ്റ് ഇസ് വാട്ട് ഐ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.